at some point. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? അങ്ങനെ നമ്മളുടെ 11th ചാപ്റ്റർ 8th സോഷ്യൽ സയൻസിൻ്റെ 11ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ 10 ചാപ്റ്റർ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ 11ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്കത് കഴിഞ്ഞ് 2 ചാപ്റ്ററും കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ 8th ഈ സോഷ്യൽ സയൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ 11th ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യ ആൻഡ് ഇക്കോണമിക് പ്ലാനിങ് ആണ്, അതായത് ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇക്കണോമിക് സിസ്റ്റത്തെക്കുറിച്ച് എങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിങ് നടത്തുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ഏതൊരു പ്രോഗ്രാമോ അല്ലെങ്കിൽ ഏതൊരു ആക്ടിവിറ്റിയും സക്സസ്ഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു പ്ലാനിങ് നടത്തണം അല്ലേ? ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിന് പിന്നിൽ എന്ത് നടന്നിട്ടുണ്ടാവും? നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാനിങ്, വ്യക്തമായ ഒരു പ്ലാനിങ് നടന്നിട്ടുണ്ടാവും അല്ലേ? അതേപോലെ തന്നെ എല്ലാ പ്രോഗ്രാമിനും എന്ത് ആവശ്യമാണ്? പ്ലാനിങ് ആവശ്യമാണ്. ഓക്കെ, വി നീഡ് പ്ലാനിങ് ഫോർ ദി സക്സസ് ഓഫ് എനി പ്രോഗ്രാം. ഓക്കെ, നമ്മളൊരു പ്രോഗ്രാം സക്സസ്ഫുൾ ആക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് ആവശ്യമാണ്. പ്ലാനിങ് ഈസ് എസെൻഷ്യൽ ഫോർ all organizations and institutions including government. ഓക്കെ, എല്ലാ സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും, അതിപ്പോൾ ഗവൺമെൻറ് സ്ഥാപനമോ അല്ലെങ്കിൽ ഗവൺമെൻറ് സംഘടനകളോ എന്തോ ആയിക്കോട്ടെ, അതിനെല്ലാം എന്താവശ്യമാണ്? പ്ലാനിങ് വളരെ എസെൻഷ്യലാണ്, അതായത് ആസൂത്രണം വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. ഓക്കെ, ഇക്കണോമിക് ആക്ടിവിറ്റീസ് വെൻ അണ്ടർടേക്കൺ ത്രൂ പ്രോപ്പർ പ്ലാനിങ് ഹെൽപ്പ് ദ നേഷൻസ് ഇക്കണോമിക് പ്രോഗ്രസ്. ഓക്കെ, അപ്പം ഒരു പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ നടത്തുന്ന ഇക്കണോമിക് ആക്ടിവിറ്റിയാണ് എന്തിലോട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? ഇന്ത്യയുടെ ഇക്കണോമിക് സക്സസ്സിലോട്ട് അല്ലെങ്കിൽ നേഷൻ്റെ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഇക്കണോമിക് സക്സസ്സിലോട്ട് നയിക്കുന്നത്. ഓക്കെ, സാമ്പത്തിക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുമ്പോഴാണ് രാജ്യ പുരോഗതിക്ക് അവ സഹായകരമാകുന്നത്. ഓക്കെ, ഇക്കണോമിക് പ്ലാനിങ് ഈസ് ദി പ്രിപ്പറേഷൻ ടു അച്ചീവ് ദി ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ് of the society using the available resources within specific period of time. ഓക്കെ, അപ്പം എന്താണ് ഇക്കണോമിക് പ്ലാനിങ് എന്നാണ് ഇവിടെ പറയുന്നത്. എന്താ ഇക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ പ്രിപ്പറേഷൻ ടു അച്ചീവ് ദ ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സൊസൈറ്റി. ഓക്കെ, എന്നിട്ട് അതായത് നമ്മളുടെ ഈ ഒരു സമൂഹത്തിൽ ലഭ്യമായിട്ടുള്ള കുറച്ച് റിസോഴ്സസ് ഉണ്ടല്ലേ, അത് ഉപയോഗിച്ച് നമ്മുടെ സൊസൈറ്റിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ടാണ്, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിറവേറ്റാനായിട്ടാണ് നമ്മൾ ഇക്കണോമിക് പ്ലാനിങ് നടത്തുന്നത്. ഓക്കെ, ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി സമൂഹത്തിൻ്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കത്തെയാണ് സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിപ്പം ഉള്ള റിസോഴ്സസ് എന്തൊക്കെയാണോ അതിനെ ഉപയോഗപ്പെടുത്തിയിട്ട് എങ്ങനെ നമ്മളുടെ സമൂഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ വളർത്താം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ ഡെവലപ്പ് ചെയ്യാം എന്നതാണ് നമ്മൾ ഇക്കണോമിക് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന മുന്നൊരുക്കത്തെയാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്ലാനിങ്ങുകളെയാണ് ഇക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ഒരു സൊസൈറ്റി ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് തരത്തിലുള്ള സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലേ, പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സുകൾ ഉദ്ദേശിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതിനെല്ലാം പിന്നിൽ എന്താണ്? പ്ലാനിങ്ങുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെയോ ഇക്കണോമിക് പ്ലാനിങ് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ആക്സിലറേറ്റിംഗ് ഇക്കണോമിക് ഗ്രോത്ത്. ഓക്കെ, അതായത് സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിൽ സാമ്പത്തിക ആസൂത്രണം സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്കണോമിക് പ്ലാനിങ്ങിൻ്റെ മൈൽ സ്റ്റോൺസ്, അതായത് നാൾവഴികൾ, അതായത് നമ്മുടെ ഇന്ത്യയിലെ ഇക്കണോമിക് പ്ലാനിങ്ങുകൾ എങ്ങനെയാണ് ഡെവലപ്പായി വന്നത്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. മൈൽ സ്റ്റോൺസ് ഇൻ ഇക്കണോമിക് പ്ലാനിങ്. ഓക്കെ, ഇക്കണോമിക് പ്ലാനിങ് വാസ് ഇനിഷ്യേറ്റഡ് ഇൻ ഇന്ത്യ ഈവൻ ബിഫോർ ദി കൺട്രി ഗോട്ട് ഇൻഡിപെൻഡൻസ്. ഓക്കെ, അതായത് ഇന്ത്യയിലെ ഇക്കണോമിക് പ്ലാനിങ് തുടങ്ങിയത് എപ്പോൾ മുതലാണെന്നാണ് പറയുന്നത്? രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പേ തന്നെ, അതായത് നമ്മളുടെ രാജ്യം ബ്രിട്ടീഷുകാരുടെയൊക്കെ അണ്ടറിലായിരുന്നു അല്ലേ. അതിന് മുമ്പ് പല രാജാക്കന്മാരുടെയും കീഴിലായിരുന്നു നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന് എന്തുണ്ടായിരുന്നില്ല? സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസ് ഉണ്ടായിരുന്നില്ല അല്ലേ. എന്നാൽ ഇൻഡിപെൻഡൻസിന് മുമ്പ് മുതലേ തന്നെ നമ്മുടെ രാജ്യത്തിലെ ഇക്കണോമിക് പ്ലാനിങ്, അതായത് സാമ്പത്തിക ആസൂത്രണം എന്ത് ചെയ്തിരുന്നു? ഇനിഷ്യേറ്റ് ചെയ്തിരുന്നു, ആരംഭിച്ചിരുന്നു. ഓക്കെ, സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ സാമ്പത്തിക ആസൂത്രണത്തിന് ഇന്ത്യയിൽ
തുടക്കം കുറിച്ചിരുന്നു. ഓക്കെ, ദ മെയിൻ അജണ്ട ഫോർ ഡിസ്കഷൻ ഇൻ ദി കറാച്ചി കോൺഫറൻസ് 1931 ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഹൗ ടു ഓവർകം ദി ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് സ്റ്റണ്ടഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അതായത് 1931 നടന്ന കറാച്ചി കോൺഫറൻസ്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു കോൺഫറൻസ് ആയിരുന്നു കറാച്ചി കോൺഫറൻസ് എന്ന് പറയുന്നത്. അത് 1931 നടന്നത്. ഓക്കെ, അന്നത്തെ ആ ഒരു കോൺഫറൻസിൻ്റെ പ്രധാന അജണ്ട എന്തായിരുന്നെന്നാണ് പറയുന്നത്? എങ്ങനെ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷനെ ഓവർകം ചെയ്യാം, അതേപോലെ തന്നെ നമ്മളുടെ രാജ്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സ്റ്റണ്ടഡ് ഗ്രോത്ത് അല്ലെങ്കിൽ സ്റ്റണ്ടഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഡെവലപ്മെൻറ്റ് നടക്കാത്ത ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ പുരോഗതി നടക്കാത്ത ഒരു അവസ്ഥയാണ് സ്റ്റണ്ടഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നതായിരുന്നു ആ മീറ്റിങ്ങിലെ പ്രധാന ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്നതായിരുന്നു 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കറാച്ചി സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി അന്ന് എന്ത് കിട്ടിയിട്ടില്ല, ഇൻഡിപെൻഡൻസ് നമ്മുടെ ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അതിന് മുമ്പ് തന്നെ 1931 അവർ കൂടിയ, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കൂടിയ കറാച്ചി കോൺഫറൻസിൽ എന്തിനെക്കുറിച്ച് പറഞ്ഞിരുന്നു? ഓൾറെഡി നമ്മളുടെ ഇക്കണോമിക് പ്ലാനിങ്ങിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു അവിടെ നടന്നത്. എന്തൊക്കെയായിരുന്നു അവരുടെ അജണ്ട? ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷനെ ഓവർകം ചെയ്യണം, അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്റ്റണ്ടഡ് ഡെവലപ്മെൻറ്റിനെ എന്ത് ചെയ്യണം? ഓവർകം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കറാച്ചി കോൺഫറൻസിന് ശേഷം 1938 അതായത് ഇൻ 1938 നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി was formed under the leadership of Jawaharlal Nehru. ഓക്കെ, അപ്പം 1938 ജവഹർലാൽ നെഹ്റുവിൻ്റെ, നമുക്കറിയാമല്ലേ ജവഹർലാൽ നെഹ്റു ആരായിരുന്നെന്നല്ലേ? അപ്പോൾ ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ ലീഡർഷിപ്പിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപപ്പെട്ടു. ഓക്കെ, അപ്പം എന്താ? ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ 1938 ദേശീയ ആസൂത്രണ സമിതി, ഓക്കെ, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചു. ഓക്കെ, it was followed by Bombay Plan in 1944 prepared by a group of industrialists who assembled in Bombay for the economic development of India. ഓക്കെ, ഇതിന് ശേഷം വന്ന ഒരു പദ്ധതിയാണ് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബോംബെ പ്ലാൻ എന്ന് പറയുന്ന പദ്ധതി വന്നത് എന്നാണ്? 1944 അത് ആരാണ് പ്രിപ്പയർ ചെയ്തത്? ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രിയലിസ്റ്റുകളാണ്. ഓക്കെ, അതായത് ഒരു സംഘം വ്യവസായികളാണ് ഈ ഒരു ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്തത്, അല്ലെങ്കിൽ ഈ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്തത്. ഏത് പ്ലാനാണ്? ബോംബെ പ്ലാൻ. ഓക്കെ, അവരെവിടെയാണ് അസംബിൾ ചെയ്തത്? ബോംബെയിൽ അസംബിൾ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്? ബോംബെ പ്ലാൻ എന്നറിയപ്പെടുന്നത്. എന്തിനു വേണ്ടിയാണ് അവർ അസംബിൾ ചെയ്ത് ഈ ഒരു ബോംബെ പ്ലാൻ രൂപീകരിച്ചത്? ഫോർ ദി ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് ഈ ഒരു സംഘം വ്യവസായികൾ എന്ത് ചെയ്തത്? ബോംബെ പ്ലാന് രൂപീകരിച്ചത്. അത് എപ്പോഴായിരുന്നു? 1944. ഓക്കെ, 1944 ഇന്ത്യയിലെ ഒരു സംഘം വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി. ആ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? ബോംബെ പ്ലാൻ അല്ലെങ്കിൽ ബോംബെ പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, ദ പീപ്പിൾസ് പ്ലാൻ prepared by the renowned social activist M.N. Roy also helped in shaping India's planning. ഓക്കെ, അപ്പം അന്ന് വളരെ അറിയപ്പെട്ടിരുന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു M.N. റോയ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു M.N. റോയ് എന്ന് പറയുന്നത്. അദ്ദേഹം പ്രിപ്പയർ ചെയ്ത ഒരു പദ്ധതിയാണ് പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്നത്, ജനകീയ പദ്ധതി. ഓക്കെ, അതും എന്തിനെ ഹെൽപ്പ് ചെയ്തെന്ന് പറയുന്നത്? ഇന്ത്യയുടെ ഇക്കണോമിക് പ്ലാനിങ്ങിനെ രൂപപ്പെടുത്താനായിട്ട് ഹെൽപ്പ് ചെയ്ത മറ്റൊരു പദ്ധതിയാണ് പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്ന M.N. റോയിയുടെ
പ്ലാൻ. ഓക്കെ, പിന്നെയോ ദ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി 1948 formulated in independent India strengthened economic development through planning. അതായത് 1948 സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് ആസൂത്രണത്തിലൂടെ ഇന്ത്യയുടെ വികസനം എന്ന ലക്ഷ്യത്തിന് കരുത്തേക്കി. ഓക്കെ, അപ്പം ഈ എന്താ പറയുക പീപ്പിൾസ് പ്ലാന്, ബോംബെ പ്ലാന്, അതേപോലെ തന്നെ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി, പിന്നെ അതേപോലെ കറാച്ചി കോൺഫറൻസ്, ഇതിനെല്ലാം ശേഷം എന്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, ഓക്കെ, അത് ഈ നേരത്തെ പറഞ്ഞ പ്ലാനൊക്കെ എന്ന് പറഞ്ഞാൽ പദ്ധതികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യക്ക് മുമ്പുള്ള പദ്ധതികളായിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എന്ത് ഫോം ചെയ്തെന്നാണ് പറയുന്നത്? ഒരു ഇൻഡസ്ട്രിയൽ പോളിസി, ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി ഫോം ചെയ്തു. അതായത് ആദ്യമായ വ്യവസായിക നയം എവിടെ ഫോം ചെയ്തു? ഇന്ത്യയിൽ ഫോം ചെയ്തു. ഓക്കെ, അതെന്തിന് കാരണമായി? ഇന്ത്യയുടെ വികസനത്തിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ വികസനം എന്ന ലക്ഷ്യത്തിന് വളരെ കരുത്തേകിയ ഒന്നായിരുന്നു ഇൻഡസ്ട്രിയൽ പോളിസി. അതായത് 1948 ഫോമുലേറ്റ് ചെയ്ത ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എം വിശ്വേശ്വരയ്യ, who authored the famous planned economy for India in 1934 gave clear direction to economic planning. ഓക്കെ, അപ്പം ഈ എം വിശ്വേശ്വരയ്യ എന്ന് പറയുന്നതാണ് ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ്. ഓക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് പ്ലാനിങ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന് പറയുന്നത്. 1934 ഇറക്കിയതാണ്. ഓക്കെ, അതെന്തിന് കാരണമായി? ഇന്ത്യയുടെ ഇക്കണോമിക് പ്ലാനിങ്ങിന് ക്ലിയർ ആയിട്ടുള്ളൊരു ഡയറക്ഷൻ തരാനായിട്ട്, അതായത് ഇന്ത്യയുടെ ആസൂത്രണത്തിന് വ്യക്തമായിട്ടുള്ളൊരു മാർഗനിർദ്ദേശം തരാനായിട്ട് സഹായിച്ച ഒരു കൃതിയാണ് പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന് പറയുന്ന എം വിശ്വേശ്വരയ്യയുടെ കൃതി. ഓക്കെ, അപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുന്നതാണ് എം വിശ്വേശ്വരയ്യ. ഓക്കെ, ആരായിരുന്നു ഇദ്ദേഹം? ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ് എന്നാണ് എം വിശ്വേശ്വരയ്യ അറിയപ്പെടുന്നത്. ഓക്കെ, ദ ഇന്ത്യൻ ക്യാബിനറ്റ് വിച്ച് മെറ്റ് ഇൻ 15th March 1950 passed a resolution to establish the Planning Commission of India. ഓക്കെ, അതായത് 1950 15th മാർച്ച് 15 ഒരു ഇന്ത്യൻ ക്യാബിനറ്റ് കൂടി. ഓക്കെ, അപ്പോൾ അതിലെന്താ തീരുമാനം എടുത്തത്? ഒരു പ്രമേയത്തിലൂടെ എന്താണ് ആസൂത്രണ കമ്മീഷൻ എന്ത് ചെയ്തു? രൂപം നൽകി. ഓക്കെ, അപ്പോൾ 1950 മാർച്ച് 15 എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, അതായത് ആസൂത്രണ കമ്മീഷൻ, അതാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷന് രൂപം നൽകിയത് അല്ലെങ്കിൽ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ്? 1950 15th മാർച്ചിൽ. ഓക്കെ, ബൈ ഇന്ത്യൻ ക്യാബിനറ്റ്. അന്ന് കൂടി ഇന്ത്യൻ ക്യാബിനറ്റ് ആണ് എന്തിന് എസ്റ്റാബ്ലിഷ് ചെയ്തത്? പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, അപ്പം നമ്മളുടെ ഇക്കണോമിക് പ്ലാനിങ്ങിന് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ഓക്കെ, ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇക്കണോമിക് പ്ലാനിങ് ആർ ഡിസൈഡഡ് ഓൺ ദി ബേസിസ് ഓഫ് നീഡ്സ് ഓഫ് ദി സൊസൈറ്റി. അതായത് ഒരു സമൂഹത്തിൻ്റെ ആവശ്യങ്ങളെ ബേസ് ചെയ്താണ് ഒരു ഇക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ലക്ഷ്യങ്ങളെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യം എന്തൊക്കെയാണ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ ബേസ് ചെയ്താണ്. ഓക്കെ, അപ്പം നമ്മളുടെ ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് നോക്കി. ഒന്ന് ഗ്രോത്ത്, പിന്നെ ഇക്വിറ്റി, പിന്നെ മോഡേണൈസേഷൻ, പിന്നെ സെൽഫ് റിലയൻസ്. ഓക്കെ, ഏതൊക്കെയാണ്? ഗ്രോത്ത്, ഇക്വിറ്റി, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്. അപ്പോൾ ഇത് ഓരോന്നും എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഗ്രോത്തിനെ കുറിച്ചാണ്, വളർച്ചയെക്കുറിച്ചാണ്. ഇതിൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇക്കണോമിക് ഗ്രോത്ത് ആണ്. ഓക്കെ, അപ്പം നോക്കിക്കേ, ഇക്കണോമിക് ഗ്രോത്ത് ഇൻഡിക്കേറ്റ്സ് ദ increase in output of goods and services produced in the country.
ഓക്കെ, അപ്പം ഒരു ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മളുടെ കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെയും അതേപോലെ തന്നെ നൽകി കൊടുക്കുന്ന സർവീസസിൻ്റെയും ഒക്കെ ഇൻക്രീസ്, വർധനവ്, അതാണ് ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നതിനെയൊക്കെ ബേസ് ചെയ്താണ് എന്ത് നിലനിൽക്കുന്നത്, ഇക്കണോമിക് ഗ്രോത്ത് നിലനിൽക്കുന്നു. ഓക്കെ, അതായത് രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവാണ് വളർച്ച, ഗ്രോത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇക്കണോമിക് ഗ്രോത്ത് ഈസ് മെഷേർഡ് ഓൺ ദി ബേസിസ് ഓഫ് ദി ഗ്രോത്ത് ഇൻ ഔട്ട്പുട്ട് ഇൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി സെക്ടേഴ്സ് ഓഫ് ദി ഇക്കണോമി. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുള്ളതാണ്, ഒരു ഇക്കണോമിക് സെക്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്തെല്ലാം സെക്ടേഴ്സ് പെടുന്നുണ്ട് ഒരു ഇക്കണോമിക് സിസ്റ്റത്തിൽ. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടേർഷ്യറി ഉണ്ട്, നമ്മളിതൊക്കെ പഠിച്ചതാണല്ലേ. അപ്പോൾ ഈ 3 സെക്ടേഴ്സിലും, പ്രൈമറി സെക്ടറിലും സെക്കൻഡറി സെക്ടറിലും ടേർഷ്യറി സെക്ടറിലും, ഈ 3 സെക്ടേഴ്സിലും ഒരേപോലെ ഔട്ട്പുട്ടിൽ ഈ 3 സെക്ടേഴ്സിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ഒക്കെ ഔട്ട്പുട്ടിൽ ഗ്രോത്ത് വരുമ്പോഴാണ് അതിനെ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ 3 സെക്ടേഴ്സിലും ഉണ്ടാകുന്ന വളർച്ചയെ ബേസ് ചെയ്താണ് നമ്മൾ ഒരു ഇക്കണോമിക് ഗ്രോത്തിനെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇക്കണോമിക് ഗ്രോത്ത് എത്രത്തോളം ഉണ്ടായി എന്നൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ 3 സെക്ടേഴ്സിലും ഉണ്ടായ ഗ്രോത്തിനെ ബേസ് ചെയ്താണ്. അതിപ്പോൾ പ്രൈമറി സെക്ടറിൽ ഗ്രോത്ത് കൂടിയിട്ടുണ്ടാവും, സെക്കൻഡറി സെക്ടറിൽ അത്രയും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടാവില്ല, ടേർഷ്യറി സെക്ടറിൽ ഒരു മോഡറേറ്റ് ലെവലിലായിരിക്കും ഗ്രോത്ത് ഉണ്ടാവുക. അപ്പോൾ ഇതിനെയെല്ലാം ബേസ് ചെയ്തിട്ടാണ് ആ ഒരു രാജ്യത്ത് എത്രത്തോളം ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി, improvement in transport and communication facilities, increase in hospitals, educational institutions, commercial establishment, energy production, export, etc. contribute to the economic growth. ഓക്കെ, അപ്പോൾ ഒരു ഇക്കണോമിക് ഗ്രോത്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? അതായത് കാർഷിക വ്യവസായിക മേഖലകളിലെ ഉൽപാദന വർധനവ്, അതാണ് അഗ്രികൾച്ചറിലും ഇൻഡസ്ട്രിയിലെയും ഒക്കെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അഗ്രികൾച്ചറിൽ നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടായാൽ അത് എന്തിലോട്ട് നയിക്കും? ഇൻഡസ്ട്രിയിൽ നല്ലൊരു ഔട്ട്പുട്ടിലേക്ക് നയിക്കും അല്ലേ. പിന്നെ മറ്റൊന്ന് എന്താണ്? ഇംപ്രൂവ്മെൻറ്റ് ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, അതായത് ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, ട്രേഡിനാണെങ്കിൽ പോലും ആവശ്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻസ് നടക്കണം. അതേപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഒരു രാജ്യത്ത് ആവശ്യമാണ്. ഇത് നമ്മളുടെ ഇക്കണോമിക് ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്ന് എന്താണ്? ഇൻക്രീസ് ഇൻ ഹോസ്പിറ്റൽസ്, അതായത് ആശുപത്രികളുടെ വർധനവ്. അതായത് നമുക്കറിയാം രാജ്യത്ത് എന്താണ്, ഓരോ നിമിഷം എന്താണ്, പോപ്പുലേഷൻസ് കൂടുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് മാത്രമല്ല, അതിനനുസരിച്ച് ഒരുപാട് രോഗങ്ങളും പരക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്ത്, അതായത് ഇപ്പം ജനങ്ങളുടെ ഹെൽത്തിന് വളരെ ആവശ്യമാണ് എന്ത്? ഹോസ്പിറ്റൽസ്, ആശുപത്രികൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ പെട്ടതാണ് ആശുപത്രീസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ഇത് എന്താണ് ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഇൻക്രീസ്, അതിൻ്റെ വർധനവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയോ അത് മാത്രം മതിയോ? അല്ല, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അതായത് ധനകാര്യ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഓക്കെ, അപ്പം ധനകാര്യ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് പറയുന്നത് എന്താണ്? കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ. അതായത് ഹോസ്പിറ്റൽസ് മാത്രം പോരാ, എല്ലാവർക്കും പഠിക്കാനായിട്ടുള്ള സൗകര്യങ്ങളും ഒക്കെ ആ രാജ്യത്ത് ഉണ്ടാവണം അല്ലേ. പിന്നെയോ എനർജി പ്രൊഡക്ഷനും അതുപോലെ തന്നെ എക്സ്പോർട്ടും ഒക്കെ, അതായത് കച്ചവട സ്ഥാപനങ്ങളും അതേപോലെ എക്സ്പോർട്ട് കയറ്റുമതികൾ. ഓക്കെ, കയറ്റുമതി, കച്ചവട സ്ഥാപനങ്ങളും ഊർജോൽപാദനവും ഓക്കെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? ഒരു ഇക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ ഈ പറയുന്ന എല്ലാ മേഖലകളിൽ നിന്നും, അതായത് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ മേഖല, അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഹോസ്പിറ്റൽസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്,
എനർജി പ്രൊഡക്ഷൻ, എക്സ്പോർട്ട്, ഇവിടെ നിന്നെല്ലാം ഒരു നല്ലൊരു ഗ്രോത്ത് അല്ലെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുമ്പോഴാണ് അവിടെ എന്ത് നടന്നെന്ന് പറയാൻ പറ്റുക, ഇക്കണോമിക് ഗ്രോത്ത് നടന്നെന്ന് പറയാൻ പറ്റുക. അപ്പോൾ ഈ ഉള്ള ഫീൽഡുകളൊക്കെയാണ് നമ്മളുടെ ഇക്കണോമിക് ഗ്രോത്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫീൽഡ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെയോ ഇക്കണോമിക് ഗ്രോത്ത് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ഇക്കണോമിക് പ്ലാനിങ് ആസ് ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു നാഷണൽ പ്രോഗ്രസ്. ഓക്കെ, അപ്പോൾ ഒരു ഇക്കണോമിക് പ്ലാനിങ്ങിൽ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ആസൂത്രണത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണ് ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ ഇക്കണോമിക് ഗ്രോത്താണ് എന്തിലോട്ട് നയിക്കുന്നത്? നാഷണൽ പ്രോഗ്രസ്സിലോട്ട് നയിക്കുന്നത്. ഓക്കെ, അതായത് രാജ്യത്തിൻ്റെ പുരോഗതിയിലോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രധാന ഒബ്ജക്റ്റീവാണ് എന്ത്? ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇക്കണോമിക് ഗ്രോത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇക്കണോമിക് പ്ലാനിങ്ങിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവാണ് മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആധുനികവൽക്കരണം. ഓക്കെ, അപ്പം മോഡേണൈസേഷനെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ഒരു പിക്ചർ നോക്കിക്കേ. ഇതെന്താണ് കാണുന്നത്? ഒരു കർഷകൻ 2 കാളകളെ കൊണ്ട് തൻ്റെ വയലും ഉഴുതുമറിക്കുന്നതാണ് കാണുന്നത് അല്ലേ. അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ഇങ്ങനെയായിരുന്നു വയലുകൾ പ്രിപ്പയർ ചെയ്തിരുന്നത്, കൾട്ടിവേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാവും, വളരെ വളരെ കുറവാണല്ലേ. ഇന്ന് ഉപയോഗിക്കുന്ന എന്താണ്? ഇതുപോലെയുള്ള ട്രാക്ടറുകൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള മെഷീനുകളൊക്കെയാണ് ഇന്ന് ഇതുപോലെ തന്നെ കൾട്ടിവേഷന് വേണ്ടിയിട്ട് ലാൻഡ് പ്രിപ്പയർ ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ നടന്നത്? ഒരു മോഡേണൈസേഷൻ ആണ്, ഒരു ചേഞ്ച് നടന്നല്ലേ. അപ്പോൾ ആ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മോഡേണൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡെവലപ്മെൻറ്റ്സ് ഇൻ മെഷീനറി ആൻഡ് ടെക്നോളജി ഹാവ് ലെഡ് ടു ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് മാനുവൽ ലേബർ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ കണ്ട ഈ പിക്ചറിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ആദ്യം അദ്ദേഹം ചെയ്തിരുന്ന ഈ വർക്കാണോ എളുപ്പം, അതോ ഇതാണോ എളുപ്പം? ഇതാണ് എളുപ്പം അല്ലേ. അതായത് ഈ ഒരു ട്രാക്ടർ വെച്ചിട്ട് ഉഴുതുമറിക്കുന്നതാണ് അല്ലെങ്കിൽ ലാൻഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ് കാളകളെ കൊണ്ട് ലാൻഡ് പ്രിപ്പയർ ചെയ്യുന്നതിനെക്കാട്ടി എളുപ്പം. ഓക്കെ, അപ്പം ഇതെന്താക്കി? നമ്മളുടെ വർക്കിനെ കൂടുതൽ സിംപ്ലിഫൈ ആക്കി, അധികം അധ്വാനമില്ലാത്ത രീതിയിൽ നമുക്ക് വർക്ക് തീർക്കാൻ പറ്റി, അതേപോലെ തന്നെ സമയം ലാഭിക്കാൻ പറ്റി, അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ പ്രൊഡക്ട്സും ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റാനായിട്ട് കാരണമായി തീർന്നു അല്ലേ. അപ്പം അതാണ് ഇവിടെ മോഡേണൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡെവലപ്മെൻറ്റ്സ് ഇൻ മെഷീനറി ആൻഡ് ടെക്നോളജി ഹാവ് ലെഡ് ടു ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് മാനുവൽ ലേബർ. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് നയിച്ച കാരണം എന്താണ്? മെഷീൻസിൻ്റെ ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ പുതിയ ടെക്നോളജികളുടെ ഡെവലപ്മെൻറ്റ്, അതായത് യന്ത്രങ്ങളും സാങ്കേതിക വിദ്യയും ഒക്കെ എന്ത് ചെയ്തു? വികാസം പ്രാപിച്ചു, ഡെവലപ്പായി. ഓക്കെ, അതെന്തിലോട്ട് നയിച്ചു? പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആയി, അതായത് ഉൽപാദന വർധനവിലേക്ക് നയിച്ചു. അതേപോലെ തന്നെ സിംപ്ലിഫിക്കേഷൻ ഓഫ് മാനുവൽ ലേബർ, അതായത് മനുഷ്യപ്രയത്നം എന്ത് ചെയ്തു? ലഘൂകരിച്ചു. ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്തത് എന്താണ്? മെഷീൻസിൻ്റെയും അതേപോലെ ടെക്നോളജികളുടെയൊക്കെ ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, മോഡേണൈസേഷൻ ഈസ് മേക്കിംഗ് യൂസ് ഓഫ് ദി ലേറ്റസ്റ്റ് ടെക്നോളജി. അപ്പം എന്താണ് മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തലാണ് ആധുനികവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയെ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട്, അതേപോലെ തന്നെ നമ്മളുടെ ടൈം കൺസ്യൂം ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആധുനികവൽക്കരണം അല്ലെങ്കിൽ മോഡേണൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, മോഡേണൈസേഷൻ ഹാസ് ഇംപ്രൂവ്ഡ് ദ പേസ് ഓഫ് ട്രാവൽ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആധുനികവൽക്കരണം എന്തിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നമ്മളുടെ ട്രാവലിങ്ങിന് അല്ലെങ്കിൽ നമ്മളുടെ യാത്ര എളുപ്പമാക്കാനും, അതേപോലെ തന്നെ നമ്മളുടെ ഗുഡ്സിനെ എക്സ്പോർട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമ്മളുടെ ചരക്ക് നീക്കത്തിനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ആധുനികവൽക്കരണം അല്ലെങ്കിൽ മോഡേണൈസേഷൻ. ഇപ്പം നമ്മളുടെ ഒരു വയലിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫാമിൽ നമുക്ക് ആവശ്യത്തിലേറെ സാധനങ്ങൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇപ്പം നെല്ലായിട്ടോ അല്ലെങ്കിൽ ഗോതമ്പായിട്ടോ അല്ലെങ്കിൽ ഇപ്പം ഫാമിലൊക്കെ വല്ല പാലൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ മുട്ടയൊക്കെ ആയിട്ടോ ഒക്കെ
നമ്മൾ ഒരുപാട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് അവിടെ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എന്താണത് മാർക്കറ്റിലെത്തും, ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റോ നമുക്ക് നമ്മളുടേതായ വീട്ടിൽ പൈസ കിട്ടും, അങ്ങനെയൊന്നും നടക്കത്തില്ല അല്ലേ. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? ഇത് കച്ചവടം ചെയ്യണം. കച്ചവടം ചെയ്യുക എന്ന് പറയുമ്പം അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഗുഡ്സിനെ അവിടെ എത്തിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കും അതേപോലെ എത്തിപ്പെടാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അതിപ്പോൾ എന്താണ് വളരെ ഈസി ആയിട്ട് തീർത്തു എന്ത്, ഈ മോഡേണൈസേഷൻ. ഓക്കെ, ഇറ്റ് ഹാസ് ബ്രോട്ട് ഇക്കണോമിക് പ്രോഗ്രസ് ആൻഡ് സേവിങ്സ് ഓഫ് ടൈം. അതായത് അത് എന്തിലോട്ട് നയിച്ചു? ഇക്കണോമിക് പ്രോഗ്രസ്സിലോട്ടും അതേപോലെ തന്നെ നമ്മളുടെ ടൈം സേവ് ചെയ്യാനായിട്ടൊക്കെ നയിച്ചു. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കച്ചവടക്കാർക്ക് ഈ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ, പ്രൊഡക്ട്സ് ഒക്കെ ദൂരദേശങ്ങളിലോട്ടൊക്കെ കൊണ്ടുപോയി കച്ചവടം ചെയ്യുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അല്ലേ. അതായത് കുറേ ദിവസങ്ങളൊക്കെ, നാളുകളോ അല്ലെങ്കിൽ ദിവസങ്ങൾ, ഒരുപാട് മണിക്കൂറുകളൊക്കെ നടന്നാണ് അവർ ഓരോ സ്ഥലങ്ങളിൽ എത്തുന്നത്. അപ്പോൾ അത്രയും അവരുടെ ടൈം കൺസ്യൂമിങ് ആണ്. ഗുഡ്സ് കൊണ്ടുപോകാൻ അവർ അത്രയും ബുദ്ധിമുട്ടാണ്. പോകുന്ന വഴിക്ക് പലതും നഷ്ടപ്പെട്ടെന്നിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ആധുനികവൽക്കരണം എന്തിലോട്ട് നയിച്ചു? ആ ഒരു കഷ്ടപ്പാടുകളെല്ലാം കുറയ്ക്കുന്നതിലോട്ട് നയിച്ചു. ട്രാവലിംഗ് വളരെ ഈസിയാക്കി, ഗുഡ്സിൻ്റെ എക്സ്പോർട്ടിങ് വളരെ ഈസിയാക്കി അല്ലേ. അതിപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇക്കണോമിക് പ്രോഗ്രസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ഈ ഒരു മോഡേണൈസേഷൻ കൊണ്ട് ഉപകാരപ്പെട്ടത് ട്രാവലിംഗ് മാത്രമല്ല ഡെവലപ്പായത്, അതേപോലെ തന്നെ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സും മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻസും എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തു. ഓക്കെ, മോഡേൺ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ improve the living conditions and security and bring government service close to the people without delay. ഓക്കെ, അതായത് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ആയതോടെ എന്ത് സർവീസസും നമുക്ക് അടുത്ത് കിട്ടി? ഗവൺമെൻറ്റിൻ്റെ സർവീസസും നമുക്ക് അടുത്ത് കിട്ടി. ഓക്കെ, അതായത് ആധുനിക വാർത്താവിനിമയ സൗകര്യങ്ങൾ ജീവിത നിലവാരവും സുരക്ഷിതത്വവും ഒക്കെ എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചു. ഓക്കെ, പിന്നെ അതുപോലെ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നതിനും ഉപകരിച്ചു. ഓക്കെ, പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കത്ത് എഴുതിയാൽ മാസങ്ങൾ കഴിഞ്ഞായിരിക്കും അവിടെ എത്തുന്നത്. ഓക്കെ, അപ്പം അന്നൊക്കെ ഈ കത്ത് എഴുതി തപാൽ വഴിയൊക്കെ വിടുന്ന ആ ഒരു സിസ്റ്റം ആയിരുന്നു നിന്നിരുന്നത്. എന്നാൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്തത് എപ്പോഴാണ്? ഇതേപോലെ തന്നെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ടെലിഫോണുകൾ വന്നില്ലായിരുന്നു. ഇന്ന് എന്തൊട്ട് നമുക്ക് ടെലിഫോണുകളുണ്ട്, ഇമെയിൽ അയക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഓരോ സേവനങ്ങൾ കിട്ടുന്ന ആപ്പുകളുണ്ട്, ആപ്ലിക്കേഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സിലൂടെ നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൻ്റെ നിലവാരം ഉയർത്താനും നമ്മളുടെ സെക്യൂരിറ്റി ഉയർത്താനും എന്തൊരാവശ്യം വന്നാലും ഒറ്റ കോളിൽ നമുക്ക് എല്ലാം അവിടെ അവൈലബിൾ ആണല്ലേ. അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ ലഭ്യമാകാനും ഒക്കെ എന്ത് ചെയ്തു? ഈ കമ്മ്യൂണിക്കേഷനിൽ വന്ന മോഡേണൈസേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഓക്കെ, മോഡേണൈസേഷൻ ഈസ് നോട്ട് ഓൺലി യൂസിങ് ലേറ്റസ്റ്റ് ടെക്നോളജി ബട്ട് ഓൾസോ മേക്കിംഗ് എ ചേഞ്ച് ഇൻ ദി പെർസെപ്ഷൻ ഓഫ് ദി സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ഒരു മോഡേണൈസേഷൻ അല്ലെങ്കിൽ ആധുനികവൽക്കരണം എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നൂതനമായിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്യുക എന്നത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ്? സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തുക എന്നതും ഈ ആധുനികവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ആധുനികവൽക്കരണം നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോജനപ്പെടുത്തൽ മാത്രമല്ല, പിന്നെയോ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള മാറ്റം കൂടിയാണ് എന്ത്? modernization. Okay, modernization involves protection of women's rights, social security and openness to social changes. ഓക്കെ, അപ്പം മോഡേണൈസേഷൻ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിക്കുക എന്നത് മാത്രമല്ല, പിന്നെ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയേ. പ്രൊട്ടക്ഷൻ ഓഫ് വുമൻസ് റൈറ്റ്സ്, അതായത് സ്ത്രീകളുടെ അവകാശ സംരക്ഷണം. ഓക്കെ, പണ്ട് കാലങ്ങളിലൊക്കെ എന്തായിരുന്നു? സ്ത്രീകൾക്ക് അവകാശങ്ങളല്ലേ, സമൂഹത്തിലെ വാല്യൂ ഒക്കെ വളരെ കുറവായിരുന്നു. എന്നാൽ ആധുനികവൽക്കരണം അതിനൊക്കെ കുറേ ചേഞ്ചസ് കൊണ്ടുവന്നല്ലേ. പിന്നെയോ സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹിക സുരക്ഷിതത്വം. ഓക്കെ, പിന്നെയോ പുതിയ സാമൂഹിക മാറ്റങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്തിൽ പെടുന്നതാണ്? ആധുനികവൽക്കരണം അല്ലെങ്കിൽ മോഡേണൈസേഷൻ എന്നതിൽ പെടുന്നതാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇക്കണോമിക് പ്ലാനിങ്ങിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവാണ് സെൽഫ് റിലയൻസ്, അതായത് സ്വയാശ്രയത്വം. എന്നാ നോക്കി, ഇഫ് യു ക്യാൻ ഗ്രോ വെജിറ്റബിൾസ് യുവർ ഡിപ്പെൻഡൻസ് ഓൺ മാർക്കറ്റ് ക്യാൻ ബി മിനിമൈസ്ഡ്.
ഓക്കെ, അപ്പം നമ്മളുടെ വീട്ടിൽ കുറച്ച് വെജിറ്റബിളൊക്കെ നട്ട് വളർത്തുവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വെജിറ്റബിൾസിന് വേണ്ടി ചന്തകളെ ആശ്രയിക്കേണ്ടി വരുമോ? ഇല്ല. അവിടെ നമ്മൾ എന്താകുകയാണ്, ഇൻഡിപെൻഡൻ്റ് ആകുകയാണ് അല്ലേ. പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ മണി സേവ് ചെയ്യാനായിട്ടും പറ്റുകയാണ് അല്ലേ. അപ്പോൾ ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്വയാശ്രയത്വം അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഓക്കെ, ഇറ്റ് എനേബിൾസ് ദ യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ബ്രിങ്സ് ഇക്കണോമിക് ഗെയിൻ. ഓക്കെ, അതായത് ഹ്യൂമൻ റിസോഴ്സ്, അതായത് മനുഷ്യ വിഭവശേഷിയെ ഉപയോഗപ്പെടുത്തുകയും ഓക്കെ അതേപോലെ തന്നെ ഒരു ഇക്കണോമിക് ഗെയിൻ അവിടെ കൊണ്ടുവരികയും ചെയ്യാണ്. അതായത് ഒരു എന്താ പറയുക, സാമ്പത്തിക ലാഭം അവിടെ കൊണ്ടുവരികയും ചെയ്യും. എന്തിലൂടെ? സെൽഫ് റിലയൻസിലൂടെ. ഓക്കെ, പിന്നെയോ അവർ ഡിപ്പെൻഡൻസ് ഓൺ അതർ കൺട്രീസ് ഫോർ ഫുഡ് ഗ്രെയിൻസ് ഹാസ് വേഴ്സൺഡ് ദ സിറ്റുവേഷൻ. ഓക്കെ, അപ്പം ഇപ്പം നമ്മളുടെ രാജ്യം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണിത്. അതായത് ആരും വീടുകളിൽ എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെയുള്ള അവനവന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സെൽഫ് റിലയബിൾ ആകാനായിട്ടൊന്നും ആരും തയ്യാറാവുന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, മറ്റ് രാജ്യത്തെ നമ്മളുടെ ഫുഡ് സോഴ്സിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാണ് അല്ലേ. നമുക്കിവിടെ റിസോഴ്സസ് ഉണ്ടായിട്ട് പോലും നമ്മൾ മറ്റ് രാജ്യങ്ങളെ നമ്മളുടെ ഫുഡിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. അതാണ് എന്തിന് കാരണമായിരിക്കുന്നത്, ഇന്നും നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യത്തിനും അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ രാജ്യത്തെ പല എന്താ പറയുക ഈ വേഴ്സൺഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനും ഒക്കെ കാരണമായിരിക്കുന്നത് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതാണ്. ഓക്കെ, ദ എയിം ഓഫ് സെൽഫ് റിലയൻസ് ഈസ് ടു അറ്റൈൻ സെൽഫ് സഫിഷ്യൻസി ഇൻ അഗ്രികൾച്ചറൽ, ഇൻഡസ്ട്രിയൽ and service sectors using the available resources and to avoid foreign dependence. ഓക്കെ, അപ്പോൾ ഒരു സെൽഫ് റിലയൻസ് എന്നതുകൊണ്ട് അല്ലെങ്കിൽ സ്വയാശ്രയത്വം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കിക്കേ. ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാനവശേഷി പ്രയോജനപ്പെടുത്തി കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും സ്വയം പര്യാപ്തത നേടാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനുമാണ് സ്വയാശ്രയത്വം ലക്ഷ്യമിടുന്നത്. ഓക്കെ, അതായത് മറ്റ് രാജ്യങ്ങളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നമ്മളുടെ രാജ്യത്തെ എന്താ പറയുക ഹ്യൂമൻ വർക്കുകൾ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ലേബർ വർക്ക്സ് യൂസ് ചെയ്ത് കൃഷിയിലും വ്യവസായത്തിലും അതേപോലെ തന്നെ സേവന മേഖലയിൽ, അതാണ് അഗ്രികൾച്ചറൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ സെക്ടേഴ്സിലൂടെയൊക്കെ എന്ത് നേടാനായിട്ട്, സ്വയം പര്യാപ്തത നേടാനായിട്ടാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ഒബ്ജക്റ്റീവ് ഉദ്ദേശിക്കുന്നത്. എന്ത് ഒബ്ജക്റ്റീവ്? നമ്മളുടെ സെൽഫ് റിലയൻസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് ഉദ്ദേശിക്കുന്നു. ഓക്കെ, സെൽഫ് റിലയൻസ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ബേസിക് ഇൻഡസ്ട്രീസ് ആൻഡ് എനർജി വിൽ ഹെൽപ്പ് ദി ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് ദി നേഷൻ. ഓക്കെ, അതായത് അടിസ്ഥാന വ്യവസായങ്ങൾ, ഊർജോൽപാദനം എന്നിവയിലെ സ്വയം പര്യാപ്തത രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്കും സഹായകമാകും. ഓക്കെ, അപ്പം ഊർജോൽപാദനവും അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ നമ്മളുടെ ഇക്കണോമിക് ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മളുടെ ഈ ഒരു രാജ്യത്ത് തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റിയാൽ അതെന്തിന് ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് പറഞ്ഞത്, നമ്മളുടെ രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് വളരെ സഹായകരമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്കണോമിക് പ്ലാനിങ്ങിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇക്വിറ്റി? തുല്യതയെക്കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദ ഒബ്ജക്റ്റീവ് ഓഫ് ഇക്വിറ്റി വിൽ ബി അറ്റൈൻഡ് when all the citizens receive basic necessities of life such as food, clothing, shelter, education, drinking water, health protection and righteous distribution of wealth. ഓക്കെ, അതായത് ഈ ഇക്വിറ്റി എന്ന് പറയുന്ന ഈ ലക്ഷ്യം അറ്റൈൻ ചെയ്യാനായിട്ട് എന്തൊക്കെ അവിടെ നടക്കണമെന്നാണ്, അല്ലെങ്കിൽ എന്തെല്ലാം നമ്മുടെ രാജ്യത്ത് നടക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? തുല്യത. ഓക്കെ, അപ്പം ഇത് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ഒരു തുല്യത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കിക്കേ. അതായത് രാജ്യത്തെ എല്ലാ സിറ്റിസൺസിനും, അതായത് എല്ലാ പൗരന്മാർക്കും എന്താണ്, അവരുടെ ബേസിക് നെസസിറ്റീസ് ലഭ്യമാകണം. ഓക്കെ, അതായത് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനമായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ലഭ്യമാകണം. എന്നാൽ മാത്രമേ ഇക്വിറ്റി എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് നമുക്ക് അറ്റൈൻ ചെയ്തു എന്ന് നമുക്ക്
പറയാനായിട്ട് പറ്റുള്ളൂ. എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ബേസിക് നെസസിറ്റീസിൽ പെട്ടത് ഒന്ന് ഫുഡ്, എല്ലാവർക്കും ഈക്വലായിട്ട് എല്ലാ നേരത്തെയും ഭക്ഷണം നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്നുണ്ട് എന്നത് നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെയോ ക്ലോത്തിങ്, എല്ലാവർക്കും എന്ത് ചെയ്യണം, വസ്ത്രം ധരിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ എല്ലാവർക്കും ആവശ്യത്തിനുള്ള വസ്ത്രങ്ങൾ ലഭ്യമാക്കണം. പിന്നെയോ ഷെൽട്ടർ, നമുക്കറിയാം പല രാജ്യങ്ങളിലും ഇന്നും എന്താണ്, ഇപ്പോൾ നമ്മളുടെ രാജ്യത്താണെങ്കിൽ പോലും എന്താണ് സ്വന്തമായിട്ട് കയറി കിടക്കാൻ ഒരിടമില്ലാത്തവർ ഒരുപാട് പേരുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈക്വലായിട്ട് ഷെൽട്ടർ വേണം. പിന്നെയോ എഡ്യൂക്കേഷൻ, എല്ലാവർക്കും പഠിക്കാനുള്ള അവസരങ്ങളും അതിനുള്ള സംവിധാനങ്ങളും വേണം. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ, അതായത് ഉപയോഗിക്കാൻ പറ്റുന്നതായ വെള്ളം ആവശ്യമാണ്. പിന്നെയോ ഹെൽത്ത് പ്രൊട്ടക്ഷൻ, അതായത് ആരോഗ്യ സംരക്ഷണം വേണം. പിന്നെയോ റൈറ്റസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, അതായത് എല്ലാവർക്കും ഒരുപോലെ സമ്പത്ത് ലഭ്യമാണ്, അതായത് ഒരേപോലെ സമ്പത്തിനെ എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എല്ലാവർക്കും ഈക്വലായിട്ട് ലഭിക്കുന്നു എന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ എന്ത് അറ്റൈൻ ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് നമ്മളുടെ ഇക്വിറ്റി എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് നമ്മൾ അറ്റൈൻ ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, എൻഷുറിങ് ഇക്വിറ്റി is essential for the people to benefit the fruits of growth, modernization and self-reliance. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞ മറ്റ് ഇക്കണോമിക് പ്ലാനിങ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതായത് ഇക്കണോമിക് പ്ലാനിങ്സിലെ മറ്റ് ഒബ്ജക്റ്റീവ്സ് ആണ് ഈ പറയുന്ന ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സ് ഒക്കെ അവർക്ക് ലഭിക്കണം അല്ലെങ്കിൽ രാജ്യത്തുള്ള എല്ലാ ജനങ്ങൾക്കും ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇക്വിറ്റി എൻഷുർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് എല്ലാവർക്കും ഈക്വലായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ലഭിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ തുല്യത നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മളുടെ ഇക്കണോമിക് ഗ്രോത്തിൻ്റെ ഫലങ്ങൾ രാജ്യത്തെ എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുള്ളൂ, മോഡേണൈസേഷൻ്റെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുള്ളൂ, അതേപോലെ തന്നെ ഒരാളെ ആശ്രയിക്കാതെ എല്ലാവർക്കും ജീവിക്കാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിങ്സിൻ്റെ അല്ലെങ്കിൽ പ്ലാനിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്തതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ. അപ്പോൾ ഈ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട 5 ഇയർ പ്ലാൻസിനെ കുറിച്ചൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ആസൂത്രണ കമ്മീഷനും അതേപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികളും. ഓക്കെ, അപ്പോൾ പഞ്ചവത്സര പദ്ധതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ന്യൂസിലൊക്കെ പലവട്ടം കേൾക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ദ സെൻട്രൽ ക്യാബിനറ്റ് ഗേവ് ഇറ്റ്സ് അസെന്റ് ഓൺ 15th March 1950 to form a planning commission to prepare projects for fulfilling the objectives of planning in India. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ March 15, 1950 നമ്മളുടെ പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യയിൽ ഫോം ചെയ്തത്. ഓക്കെ, ഇനി ഈ പ്ലാനിംഗ് കമ്മീഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ പ്ലാനിംഗ് കമ്മീഷനിലൂടെ എന്ത് ലക്ഷ്യമാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ്, നമ്മൾ കുറച്ച് മുമ്പ് നമ്മളുടെ ഇന്ത്യയുടെ ഇക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ കുറച്ച് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ആ പറഞ്ഞ ഒബ്ജക്റ്റീവ്സിനെയൊക്കെ ഫുൾഫില്ല് ചെയ്യേണ്ടേ. അപ്പോൾ ആ ഒബ്ജക്റ്റീവ്സിനെയൊക്കെ ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് പ്ലാനിംഗ് കമ്മീഷന് രൂപം കൊടുത്തത്. ഓക്കെ, അപ്പം ഇക്വിറ്റി എന്നൊക്കെ പറഞ്ഞു, ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ കുറച്ച് ഒബ്ജക്റ്റീവ്സിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സെൽഫ് റിലയൻസ് പറഞ്ഞു. ഓക്കെ, അപ്പം ഇതൊക്കെ എന്ത് ചെയ്യണം, ഫുൾഫിൽ ചെയ്യണം. അത് ഫുൾഫിൽ ചെയ്യാനാണ് പ്ലാനിംഗ് കമ്മീഷനെ ഫോം ചെയ്തത്. ഓക്കെ, ഇനി പ്ലാനിംഗ് കമ്മീഷൻ ഈസ് ചെയർഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ who will be assisted by a full-time vice chairman and members appointed by the cabinet. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പ്ലാനിംഗ് കമ്മീഷനിൽ ആരൊക്കെയുണ്ട് എന്നാണ് ഇനി പറയുന്നത്. ഓക്കെ, ആരൊക്കെയുണ്ട് ഇതിൻ്റെ അകത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പ്ലാനിംഗ് കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും, അതായത് പ്രധാനമന്ത്രി. ഓക്കെ, അപ്പോൾ പ്രധാനമന്ത്രിയാണ് ഈ പ്ലാനിംഗ് കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഇനി ഈ ഒരു വർക്കിൽ പ്രധാനമന്ത്രിയെ ഹെൽപ്പ് ചെയ്യാൻ, അസിസ്റ്റ് ചെയ്യാൻ വേറെയും ഉദ്യോഗസ്ഥരുണ്ട്. ആരൊക്കെയാന്ന് നോക്കി, ഒരു ഉപാധ്യക്ഷൻ, അതായത് വൈസ് ചെയർമാൻ ഉണ്ടാവും. ഓക്കെ, ചെയർമാൻ പ്രധാനമന്ത്രി ആയിരിക്കും, ആ പ്രധാനമന്ത്രിയെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു ഉപാധ്യക്ഷൻ ഉണ്ടാവും, വൈസ് ചെയർമാൻ ഉണ്ടാകും. പിന്നെ ആരുണ്ടാവും, കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കുറച്ച്
മെമ്പേഴ്സും ഉണ്ടാവും, കമ്മീഷൻ മെമ്പേഴ്സും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ഒരു പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വി അഡോപ്റ്റഡ് ദി നാഷണൽ പ്ലാനിംഗ് മോഡൽ ഓഫ് സോവിയറ്റ് യൂണിയൻ ആസ് എ മോഡൽ. ഓക്കെ, അതായത് നമ്മൾ സോവിയറ്റ് യൂണിയൻ്റെ നാഷണൽ പ്ലാനിംഗ് ആണ് മാതൃകയാക്കി എടുത്തത്. എന്തിൻ്റെ സമയത്ത്? നമ്മളുടെ പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്യുന്ന സമയത്ത് മാതൃകയാക്കിയത് നമ്മളുടെ സോവിയറ്റ് യൂണിയൻ്റെ മോഡലാണ്. ഓക്കെ, ദ പ്ലാനിംഗ് കമ്മീഷൻ മെയ്ഡ് സ്യൂട്ടബിൾ ചേഞ്ചസ് ടു ദി സോവിയറ്റ് മോഡൽ അക്കോർഡിംഗ് ടു ഡെമോക്രസി ആൻഡ് മിക്സഡ് ഇക്കോണമി. അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ ഈ ഒരു മോഡലാണ്, അല്ലെങ്കിൽ നാഷണൽ പ്ലാനിംഗ് മോഡലാണ് നമ്മൾ മോഡലായിട്ട് മാതൃകയായിട്ട് എടുത്തതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ അതിരിക്കുന്നത് അതേപോലെ തന്നെ എടുക്കുകയല്ലായിരുന്നു. അതിൻ്റെ അകത്ത് കുറേ ചേഞ്ചസ് ഒക്കെ നമ്മളുടെ കൺട്രിക്ക് ആവശ്യമായിട്ടല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തിയാണ് നമ്മളുടെ പ്ലാനിംഗ് കമ്മീഷൻ നമ്മൾ രൂപപ്പെടുത്തിയെടുത്തത്. നോക്കിക്കേ, ഇന്ത്യൻ ജനാധിപത്യത്തിനും മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കും അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി നടപ്പാക്കാനാണ് ആസൂത്രണ കമ്മീഷൻ തീരുമാനിച്ചത്. ഓക്കെ, പിന്നെയോ ദ പ്ലാനിംഗ് കമ്മീഷൻ വിഷ്വലൈസ്ഡ് പ്രോജക്ട്സ് വിത്ത് a 5-year plan perspective. ഓക്കെ, അപ്പോൾ ഒരു പഞ്ചവത്സര പദ്ധതികളായിട്ടാണ് ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്തത്. ഓക്കെ, അതായത് ഓരോ ഒബ്ജക്റ്റീവും ഫുൾഫില്ല് ചെയ്യാനായിട്ട് 5 years കൊണ്ട് ഫുൾഫില്ല് ചെയ്യുക. ഓക്കെ, അതാണ് പഞ്ചവത്സര പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ ഈ ഒരു പഞ്ചവത്സര പദ്ധതികളിലൂടെ അല്ലെങ്കിൽ 5-year പ്ലാനിലൂടെ പ്രോജക്ട്സുകളെ കംപ്ലീറ്റ് ചെയ്യാനാണ് ഈ പ്ലാനിംഗ് കമ്മീഷൻ തീരുമാനിച്ചത്. ഓക്കെ.